റോഷിയിലേക്ക് എത്താം. കെ രമ MLA ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട്. കെ രമ, ഇപ്പോൾ ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സാംസ്കാരിക വകുപ്പിന് ഇനിയും ആലോചനകൾ നടത്തേണ്ടതുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? ഇത് വളരെ ദുരൂഹമാണ് സ്മൃതി. ഇതിനകത്ത് എന്താണ് സർക്കാരിന് ഒളിക്കാനുള്ളത്? സർക്കാർ ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? സർക്കാരിന് ഇതിനകത്ത് എന്തോ ഒളിക്കാനുണ്ട്, ആരെയോ രക്ഷിക്കാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പല പ്രാവശ്യം പല ആളുകളും, ഇപ്പം WCC ആയാലും മാധ്യമപ്രവർത്തകരായാലും എല്ലാവരും അതിനകത്ത് ഇടപെട്ടു, റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടു. ഇനി വിവരാവകാശ കമ്മീഷൻ തന്നെ ജൂൺ 25-നുള്ളിൽ അത് പുറത്തുവിടണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നിട്ട് പോലും അവർ ഗവൺമെന്റ് സ്റ്റേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. 2017 നിയോഗിച്ച കമ്മീഷൻ 2019 ജനുവരി 31 റിപ്പോർട്ട് കൊടുത്തു. നോക്കൂ, 2019 ജനുവരി 31 റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? എന്താണ് അതിനകത്ത്? പിന്നെ എന്തിനാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് ഒരു കമ്മീഷനെ, ജസ്റ്റിസ് ഹേമയെ നിയമിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? 1,06,00,000 പരം രൂപയാണ് അതിന് ചെലവഴിച്ചത് കമ്മീഷന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്. ആ തുക ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്, അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയണം. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയണം. അവിടുത്തെ തൊഴിലാളികളുടെ, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉണ്ടാവണം. സുരക്ഷിതമായി അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കണം. ആ മേഖലയിലുള്ള വിഷയങ്ങളൊക്കെയാണല്ലോ അത് പുറത്തുവിടുന്നത്. എന്താണ് സർക്കാരിന് മടി? ഈ ഹർജി തന്നെ സംശയകരമല്ലേ കെ രമ? ഈ ഹർജി പോയതും, ഈ സജിമോൻ എന്ന വ്യക്തി എന്തിന് ഹർജിയുമായി ചെന്നു? അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട്, എനിക്കെതിരെ ആരോപണമുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെയും പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ല ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. വിവാദങ്ങൾ ഒഴിവാക്കി എന്നുള്ളത്, അതിലും തർക്കമുണ്ടെങ്കിലും വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നത്. എന്നിട്ടും ഈ ഹർജിയുമായി പോവുകയും ഒരു സ്റ്റേ വാങ്ങുകയും ചെയ്തതിന് പിന്നിൽ എന്താണെന്നാണ് സംശയിക്കുന്നത് രമ? അതെ, തീർച്ചയായിട്ടും. അത് ഈ സജിമോൻ ആരുടെ ഏജന്റാണ്? അത് ഗവൺമെന്റ് നിയോഗിച്ചതാണോ? അതും കൂടി അറിയേണ്ടതുണ്ട്. എന്തിനാണ് അദ്ദേഹം അതിന് പോയത്? കാരണം ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അതിനകത്ത് പരാമർശിക്കപ്പെടില്ല, പുറത്തുവിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ആവശ്യപ്പെടുന്നില്ല. ഏതെങ്കിലും ആരാണോ മൊഴി കൊടുത്തത് അവരുടെ പേര് വിവരങ്ങളോ അവരുടെ ഡീറ്റെയിൽസോ പുറത്തുവിടരുത്, അതിന് നമുക്കൊന്നും തർക്കമില്ല അതിനകത്ത്. പക്ഷെ ഇതിനകത്തുള്ള പ്രധാന കാര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പുറത്തുവിടണം എന്നുള്ളതാണല്ലോ പൊതു ആവശ്യം. അപ്പൊ അത് ഭയക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സ്റ്റേ പോകാൻ വേണ്ടിയും സർക്കാർ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, 2019 കഴിഞ്ഞ് എത്ര വർഷമായി? ഇപ്പോഴും അതിന്റെ മേൽ അടയിരിക്കുന്നത് എന്തിനാണ് ഈ സർക്കാർ? എന്തിനാണ് കോടതി പറയുന്നത്? ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടണമെന്നാണ് കെ രമ. ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടണം. വിവരാവകാശ കമ്മീഷനും പറഞ്ഞത് അങ്ങനെയായിരുന്നല്ലോ, 25-ന് പുറത്തുവിടണം. അപ്പോഴാണല്ലോ സ്റ്റേ പോയത്. അപ്പോഴാണല്ലോ സജിമോൻ കോടതിയിൽ പോകുന്നത്, സ്റ്റേ വാങ്ങുന്നത്. അപ്പൊ ഇതാരാണ് നിയോഗിക്കുന്നത്? അതിന് സ്റ്റേക്ക് പോകുമ്പോൾ സർക്കാരിന് അതിനകത്ത് എന്താ അഭിപ്രായം പറഞ്ഞത്? അതുകൂടി അറിയണമല്ലോ. സർക്കാരിനായിരുന്നല്ലോ ഇതിനകത്ത്. സർക്കാർ അത് ഇടപെട്ട് അത് നീക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വക്കീലിനെ നിയോഗിക്കേണ്ടതാണല്ലോ കോടതിയിൽ. അത് ചെയ്തിരുന്നോ? എന്താണ് ആവശ്യപ്പെട്ടത്? അവരെന്താണ് പറഞ്ഞത്? സർക്കാരിന്റെ വാദം എന്താണ്? ഇതൊക്കെ വളരെ ദുരൂഹമായിരിക്കുകയാണ്. അപ്പം സർക്കാരിന് ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ ഇത്രയും നൈറ്റ് ചെയ്ത് വളരെ ലാഘവത്തോടു കൂടി കാണുന്നത്. എനിക്ക് തോന്നുന്നു 2022 17/3/2022 ഞാൻ ഈ വിഷയം സബ്മിഷനായിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചതാണ്. അന്നും മിനിസ്റ്റർ പറഞ്ഞത് മറുപടി പുറത്തുവിടും എന്നുള്ളൊരു മറുപടി എന്ന് പറഞ്ഞില്ല. ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പുറത്തുവിടുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിലാണ് മന്ത്രി പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും അതേ സ്ഥിതി തുടരുകയാണ്. പിന്നെ എന്തിനാണ് ഈ ജസ്റ്റിസ് ഹേമയെ നിയമിച്ചത്? ആരെയാണ് ഈ സർക്കാർ ഭയക്കുന്നത്? ഇവര് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്നു, സിനിമാ മേഖലയിലെ സ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും പക്ഷേ ഇത്തരത്തിലൊരു വിഷയമുണ്ടായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമീപനം തീർച്ചയായിട്ടും വലിയ പ്രതിഷേധാർഹമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. സിനിമ എന്ന വലിയ വ്യവസായത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്ന നിലപാടാണ് സർക്കാരിന്. വലിയ വരുമാനം സർക്കാരിന് കൂടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാകും റിപ്പോർട്ട് പുറത്തുവിട്ടാൽ കാര്യങ്ങൾ ഉണ്ടാവുക എന്ന ഭയമാണോ സർക്കാരിന്? അതാണോ രമയുടെ മനസ്സിലാക്കൽ? അത്തരം സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ മന്ത്രിയുടെ അടക്കം മുമ്പ് വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്മൃതി അതിനകത്തുള്ള കാര്യങ്ങൾ. കാരണം ഇതിനകത്ത് സിനിമാ മേഖലയിലുള്ള വമ്പന്മാരുടെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ, അല്ലെ അവരെന്താണ് അതിനകത്ത് ചെയ്യുന്നത്, എന്താണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഈ കമ്മീഷന്റെ മുമ്പിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പുറത്തു വന്നാൽ ഈ സിനിമാ മേഖലയിലെ വമ്പന്മാരെ ബാധിക്കുമെന്നും അത് സർക്കാരിന്റെ സാമ്പത്തികമായിട്ടും ഒക്കെ അതായിരിക്കാം. പക്ഷേ അപ്പോഴും അങ്ങനെ പറയുമ്പോഴും ഈ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ, അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ സുരക്ഷിതത്വം, ആ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ പരിഹാരം ഉടനടി വേണ്ട ഒരു കാര്യം തന്നെയാണ്. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം ഒരു തരത്തിലും പ്രതിഫലിക്കാത്ത രീതിയിൽ ഒരു സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്.